മുറ്റത്ത് ആൾക്കൂട്ടം കണ്ട് ഭയന്നുപോയ സുമ സ്കൂട്ടറിൽ നിന്ന് ഇറങ്ങിയ ഉടനെ ഗേറ്റിന് വെളിയിൽ കൂടി നിന്നവരിൽ ഒരാളോട് ചോദിച്ചു, മോനെ, എനിക്ക് അങ്ങോട്ട് പോകണം, വഴിമാറി തരാമോ? ഞങ്ങളും അതിനു വേണ്ടിയാണ് നിൽക്കുന്നത്. നിങ്ങളൊക്കെ എന്താണ് തിരക്ക് കൂട്ടുന്നത്? തുകിന അവരോട് ചോദിച്ചു. അതറിയില്ലേ, ഇവിടത്തെ വിനുവിൻ്റെ ഫ്രണ്ട് ഇപ്പോഴത്തെ സിനിമ സ്റ്റാറല്ലേ, അദ്ദേഹം വിനുവിനെ കാണാൻ എത്തിയിട്ടുണ്ട്. റേഹൌഷാനാണ്. അതെയോ, അദ്ദേഹം വിനുവിൻ്റെ ഫ്രണ്ടാണോ? അയാൾ പോകാൻ താമസം ഉണ്ടാവുമോ? അവർ ഫ്രണ്ട്സല്ലേ, കാപ്പ് കൂടി കഴിഞ്ഞിട്ടൊക്കെ പോകുമായിരിക്കും. എപ്പോഴായാലും അദ്ദേഹത്തിൻ്റെ ഒരു സെൽഫി എടുത്തിട്ട് ഞാൻ പോകൂ, അവൻ പറഞ്ഞു. അങ്ങനെ സഹകരിക്കുന്ന ആളാണോ റൗഹൌഷാൻ? എന്തു പറയുന്നു ചേച്ചി? അദ്ദേഹം ഒരു അഹംഭാവം ഇല്ലാത്ത പാവം മനുഷ്യനാണ്. നമ്മുടെ വിനുവിന് ജാടയുണ്ടെന്ന് പറയാം. അയാൾക്കത് ഒട്ടുമില്ല. വിനു ഏത് കൊമ്പത്തെ കമ്പനിയിലായാലും അവനും ഒരു സ്റ്റാർ ആവും. അവനെ കൂടെ കൂട്ടും തീർച്ച. അവൻ്റെ സന്തോഷം കണ്ട് സുമ ചിന്തിച്ചു. അടുത്തുള്ളവൻ്റെ ഉയർച്ചയിൽ സന്തോഷിക്കുന്ന വ്യക്തികളും ഈ ഭൂമിയിൽ ഉണ്ടെന്ന് അവൾ അറിഞ്ഞു. സുമ മകളോട് പറഞ്ഞു, മോളെ, നമുക്ക് പോയാലോ? വേണ്ടമ്മേ, വിനുവിനെ കണ്ടിട്ട് പോകാം. ഈ സന്തോഷം വിനുവിനുണ്ടല്ലോ, എന്നെപ്പോലെയല്ല. ഈ സന്ദർഭത്തിൽ എന്തും താങ്ങാൻ കരുത്തുണ്ടാവും. ഇനി ഒരു ദിവസമായാൽ അത് ശരിയാകില്ല. ഇന്നാകുമ്പോൾ എനിക്ക് ഫേസ് ചെയ്യാൻ ബുദ്ധിമുട്ടില്ല. അവൻ സന്തോഷത്തിലാണല്ലോ. എന്നാ ശരി മോളെ, നമുക്ക് കണ്ടിട്ട് പോകാം. ഒരു 15 മിനിറ്റ് അവർ വെയിറ്റ് ചെയ്തു. ഒരു സാധാരണ മനുഷ്യൻ, ഒട്ടും ജാടയില്ലാത്ത ഒരു പാവം, നമ്മുടെ വിനുവിൻ്റെ തോളിൽ കൈയിട്ട് ഒരു കുട്ടിയെപ്പോലെ പൊട്ടിച്ചിരിക്കുന്നു. മീനാക്ഷി കൊടുത്ത ജ്യൂസ് കുടിച്ചുകൊണ്ട് വിനുവിനെ തോളിൽ തട്ടുന്നു. കൂട്ടം നിയന്ത്രിക്കാൻ പോലീസുണ്ടല്ലോ. ആരാധകരെ നിയന്ത്രിച്ച് നിർത്തി വിനുവും റേഹൌഷാനും കാറിൽ സമീപമെത്തി. കൂട്ടം കാറിനടുത്തെത്തി. അപ്പോഴാണ് സുമയും തുകനയും ആൾക്കൂട്ടത്തിൽ ഒഴിഞ്ഞ് ഒരു ഭാഗത്ത് നിൽക്കുന്നത് അവൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്. ബുദ്ധിമുട്ടിക്കാതെ ആരാധകർക്ക് നേരെ കൈവീശി, അത്യാവശ്യക്കാർക്ക് സെൽഫിക്ക് കാഴ്ചവസ്തുവായി നിന്നും മറ്റുള്ളവർക്ക് നേരെ കൈകൂപ്പി വണങ്ങിയും മറ്റുള്ളവരുടെ ഹൃദയത്തിൽ ഒരു ഇടം നേടി വിനുവിൻ്റെ ഫ്രണ്ട് മടങ്ങുമ്പോൾ ആ സ്ഥലത്ത് അവർ 3 പേർ മാത്രമായി. വിനു അത്ഭുതത്തോടെ ചോദിച്ചു, എന്താ ആൻറ്റി ഇവിടെ? അവരെ കണ്ട് മീനാക്ഷിയും വിനീഷയും ഓടി വന്നു. ഇതാരൊക്കെയാ? മീനാക്ഷി സുമയുടെ കൈ പിടിച്ചു. വിനീഷ തുകിനയുടെ തോളിൽ കൈയിട്ടു. വരൂ, ഇവിടെ തന്നെ നിന്നാലോ? മീനാക്ഷി സുമയെ കൂട്ടിക്കൊണ്ട് വീട്ടിനുള്ളിലേക്ക് കയറി. വിനീഷ തുകിനയോട് ചോദിച്ചു, എന്താ അമ്മയും മകളും പതിവില്ലാതെ? തുകിന തല കുമ്പിട്ടിരുന്നു. വിനീഷ പറഞ്ഞു, ഞാൻ നിന്നെ കാണാതെ വന്നത്. വിനുവിന് ഭയങ്കര ദേഷ്യമായിരുന്നു. ഗോവിന്ദുമായി കല്യാണം ഉറച്ചല്ലോ അല്ലേ? നീയും എന്നെ കളിയാക്കിക്കോ. എന്തോ നട നീ? അവരെങ്ങനെ പറയും? മോളെ, ഒളിച്ചോടി പോ മോളെ, അല്ലെങ്കിൽ വിനുവിനെ മാത്രമേ കെട്ടുകയുള്ളൂ എന്ന് നീ പറ മോളെ. എന്നൊന്നും ആരും പറയുകയില്ല മോളെ. നിനക്ക് ശരിയെന്ന് തോന്നുന്നത് നീ തീരുമാനിക്കണം. നിന്റെ ജീവിതം തീരുമാനിക്കാൻ നിനക്ക് സാധിക്കണം. മാതാപിതാക്കൾ എപ്പോഴും നിന്റെ കൂടെ കാണില്ല. പണക്കാർക്ക് ജീവിതം ഒരു കുട്ടിക്കളി പോലെയാണ്, ഒരു കളിക്കോപ്പ് പോലെയാണ്. അവർ ആർഭാടം, തിമിർപ്പ് കാണിക്കും. ചിലർ പൊങ്ങച്ചം കാണിച്ച് കിട്ടുന്ന കാശ് ചെലവാക്കാൻ ശ്രമിക്കും. കുറവ് വന്നാൽ സ്നേഹവും പോകും, എല്ലാം പോകും. നിന്റെ സ്നേഹം കാണാൻ ആളുള്ളപ്പോൾ കണ്ടില്ലാതെ നടിക്കല്ലേ മോളെ. തുകനെ, അവൻ എന്തുമാത്രം സ്നേഹം നിന്നോട് ഉണ്ടെന്ന് നിനക്കറിയില്ല. നീ അറിയാൻ ശ്രമിച്ചിട്ടില്ല. നിന്നെ സങ്കടപ്പെടുത്തരുതെന്ന് ചിന്തിച്ചിട്ട് മാത്രമാണ് ഒന്നിന് നിർബന്ധം അവൻ പറയാത്തത്, എല്ലാം നിനക്ക് വിട്ടു തന്നിട്ടുള്ളത്. തുകിനെ, 2 പേരിങ്ങി വന്നേ. സുമ 2 പേരെയും വിളിച്ചു. വരാം അമ്മേ, തുകിനെയും പറഞ്ഞു. നീ ഗോവിന്ദനെ വിവാഹം കഴിക്കാൻ പോടി. ഞാൻ ഇപ്പോൾ വിവാഹം കഴിക്കുന്നില്ല. അച്ഛന് കണ്ണ് തെളിയട്ടെ, അപ്പോൾ കഴിക്കാം. അല്ലെങ്കിൽ അമ്മാവൻ മരിച്ചു 1 മാസം കൂടി ആയില്ല, അതുകൊണ്ടാണല്ലേ? വിനീഷ പറഞ്ഞു. അതുമാത്രമല്ല, വിവാഹം കഴിക്കുന്നില്ല. എനിക്കിപ്പം വിവാഹം ഭയമാണ്. ഞാൻ വന്നത് നിങ്ങൾ 2 ആളും വിഷമിച്ചാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. ഇവിടം വരെ ഒന്ന് വരാൻ തോന്നിയിട്ട് വന്നതാണ്. എങ്കിൽ വാ, വീട്ടിൽ കയറാം. അവൾ വീട്ടിൽ കയറി. അവൾ വീട്ടിനുള്ളിൽ കയറിയതും വിനു എഴുന്നേറ്റ് അവൻ്റെ മുറിയിൽ കയറി. ആർക്കും ശല്യമാകണ്ട എന്ന മട്ടിൽ. തുകിന വിനീഷയുടെ മുഖത്ത് നോക്കി. വിനീഷ തുകിനയെ നോക്കി ചിരിച്ചു. മീനാക്ഷി തുകിനയ്ക്ക് ഒരു കപ്പ് ചായ അവൾക്ക് നേരെ നീട്ടി. അവർ പറഞ്ഞു, നല്ല ഏലക്ക ചേർത്ത ചായയാണ്, മോൾക്ക് നല്ല ഇഷ്ടപ്പെടും. അവൾ ചായ കുടിച്ചുകൊണ്ട് വിനുവിൻ്റെ റൂമിലേക്ക് നോക്കി. മീനാക്ഷി കിച്ചണിലേക്ക് പോയി. വിനു തുകിനയെ നോക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞു, തുകിനയ്ക്ക് ഇഷ്ടമുള്ളത് ആകാം. നിനക്ക് സ്വയംവരമാണ് നടക്കാൻ പോകുന്നത്. എന്നെയോ ഗോവിന്ദനെയോ തിരഞ്ഞെടുക്കാം. നീ സാഹചര്യം നോക്കുന്നു, ചിലർ പണം നോക്കുന്നു. ഞാൻ നിന്റെ വിഷമാവസ്ഥ മനസ്സിലാക്കുന്നു. തുകിന നല്ല കുട്ടിയാണ്. എനിക്ക് ഒരു പിണക്കമില്ല കേട്ടോ, അവൻ പറഞ്ഞു.